പ്രവാസം എ റിയൽ ലൈഫ് സ്റ്റോറി. രചന ഇർഫാന റംഷി. പാർട്ട് 5. ഞങ്ങൾ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഫാരിം അച്ഛനെങ്കിലും പറയാൻ പോകുന്നതിന് മുന്നേ ഉമ്മ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവർ ഷഹാനയുടെ വീട്ടിലേക്ക് പോയത് അവന് ഇഷ്ടമാവില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. നിങ്ങളെന്തിനാ അവിടെ പോയത്? ഞാൻ അവളെ ഓർത്ത് ഇവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയാനോ? സിയ ദേഷ്യത്തോടെ ചോദിച്ചു. അവളെയും ആ ചെക്കനെയും വീട്ടുകാർ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്കിവിടെ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. ഞാൻ ഒഴിവാക്കിയതിൻ്റെ പിറകെ ദയവ് ചെയ്ത് നിങ്ങൾ പോവരുത്. നീയും ഭാര്യയും ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ സമാധാനത്തോടെ നിൽക്കുന്നത്. എൻ്റെ 2 മക്കളുടെ ജീവിതമല്ലേ പെട്ടെന്ന് മാറി മറിഞ്ഞത്, ഉമ്മ കണ്ണീരോടെ പറഞ്ഞു. എല്ലാം ശരിയാവുമ്മ, സിയ ഉമ്മയെ മാറോട് ചേർത്തു. അങ്ങനെ എന്തെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റുമോ? നീ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പകുതി വിഷമെങ്കിലും മാറ്റാൻ പറ്റും. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? എത്രയും പെട്ടെന്ന് നിനക്കൊരു പെണ്ണിനെ കണ്ടെത്തണം, കല്യാണം നടത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധത്തിനും വഴങ്ങി ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് ചേർത്തു. അതെങ്ങനെയൊക്കെയായി? എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ഒരിക്കലും നീ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നാണോ? പെണ്ണെന്ന വർഗത്തെ തന്നെ വെറുത്തുപോയി. എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ല സായി. ഒരാളെ വെച്ച് എല്ലാവരെയും താരതമ്യം ചെയ്യരുത്. ഒരാളല്ല ഫാരി, ഞാൻ കണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. പെണ്ണിന് ചതിക്കാനേ അറിയോ? സായി നിറഞ്ഞ അമർഷത്തോടെ പറഞ്ഞു. അപ്പോൾ നിന്റെ ഉമ്മയും പെങ്ങളും ഒക്കെ ചതിക്കുന്നവരാണോടാ? ഉമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഉമ്മ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കല്യാണം ശരിയായിട്ടില്ലെങ്കിൽ നീ പിന്നെ ഉമ്മയെ ജീവനോടെ കാണില്ല. ഉമ്മ അത് പറഞ്ഞ് സായിയെ വല്ലാത്ത ഒരു അവസ്ഥയിലാക്കി. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യ്, എല്ലാത്തിനും ഒരു കോമാളിയെ പോലെ ഞാൻ നിന്ന് തന്നോളാം. സായി അതും പറഞ്ഞ് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. മോളെ, അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ? അതൊന്നും നോക്കേണ്ട ഉമ്മ. അവന് സ്നേഹം കൊണ്ട് പൊതിയാൻ പറ്റുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തണം. സ്നേഹം എന്ന മരുന്ന് കൊണ്ട് മാറാത്ത ഒരു മനുഷ്യനുമില്ല. എനിക്കത് കിട്ടിയില്ല. പക്ഷെ അവനെയും ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാക്കാൻ വിട്ടുകൊടുക്കില്ല. നല്ലൊരു പെണ്ണിനെ തന്നെ കണ്ടെത്തണം. പതിവ് പോലെ തന്നെ അവൻ നേരെ പോയത് ഫൈസിയുടെ അടുത്തേക്കാണ്. എത്ര തന്നെ തകർന്നു നിൽക്കുന്ന സമയമായാലും ഫൈസി അവനെ തിരിച്ചു കൊണ്ടുവരും. സായിയുടെ ഏത് പ്രശ്നത്തിനും അവൻ്റെ കയ്യിൽ പരിഹാരമുണ്ടാവും. എനിക്ക് കഴിയില്ല ഫൈസി, ഇനിയും പെട്ടെന്നൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. നിന്നോടല്ലാതെ മറ്റാരോടും എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ടെൻഷനാല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാം. ഫൈസ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്ത് പരിഹാരം? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ. ഒരു നഷ്ടപ്പെടലിൽ നിന്നും കരകയറി അവളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതാ. പക്ഷേ അവളും ഇനി ഈ ജീവിതത്തിൽ കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഞാൻ എങ്ങനെയായി ഇനിയും? സായിയുടെ ഭ്രാന്തമായ വർത്താനം ഫൈസയെ ഭയപ്പെടുത്തി. എൻ്റെ സായി, നിന്റെ കൂടെ ഞാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെടും. ഫൈസി അവനെ ആശ്വസിപ്പിക്കാൻ പാടുപെട്ടു. അവൻ്റെ മാനസിക നില തെറ്റിപ്പോകുമോ എന്നവരെ അവനൊരു നിമിഷം ഭയപ്പെട്ടു പോയി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? നീ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കെന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. നീ എനിക്ക് നല്ലതല്ലാത്തൊരു കാര്യവും പറയില്ലെന്നും എനിക്കറിയാം. സായി അവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരുന്നു. ഇപ്പം നീ അവർ പറയുന്ന അനുസരിക്ക്. എന്നിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും. നിനക്ക് കുറച്ച് കൂടുതൽ സമയം വേണമെന്ന് അവളോട് പറയണം. എല്ലാം അറിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ആവുകയാണെങ്കിൽ ആവട്ടെ. എടാ, എനിക്കൊരു വിസ ഒപ്പിച്ചു തരുമോ? എന്തിന്? ഗൾഫിലേക്ക് ഒരിക്കലും പോവില്ല എന്നു പറഞ്ഞ നിനക്ക് എന്തിനാണ് വിസ? ഫൈസി സംശയത്തോടെ ചോദിച്ചു. ഇനിയും ഞാൻ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. ഈ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണം എനിക്ക്. അവനൊരു ബന്ധം കണ്ടെത്തുന്ന മുന്നേ ആണെങ്കിൽ അത്രയും നല്ലത്. അത് വേണോടാ? വേണം. നീ ഒന്ന് നോക്ക്, നല്ല വിസ ഉണ്ടോയെന്ന്. ഞാനും ഒന്ന് അന്വേഷിക്കാം. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ അടാപ്പയുടെ കടയിലേക്ക് ചോദിച്ചു നോക്കാം ഞാൻ. അവിടെ ഇപ്പോൾ വേക്കൻസി ഉണ്ടോ? ആ, എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങോട്ട് ചെല്ലാൻ. ഞാനും നീയുമൊക്കെ അക്കരയ്ക്ക് കിടക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നതല്ലേ. അവിടെ ഷോപ്പിലേക്ക് അക്കൗണ്ടിങ്ങിലേക്കാണ് ആളെ നോക്കുന്നത്. അതുകൊണ്ട് പുറത്തു നിന്ന് ഒരാളെ വെക്കാൻ പറ്റില്ല. അതാണ് എന്നോട് വരാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ എന്നെ പറ്റുമോ? ഞാനും നീയും അവിടെ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നിനക്കറിയില്ലേ സായി? ചിലപ്പോൾ എന്നേക്കാൾ വിശ്വാസമായിരിക്കും നിന്നെ. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഫൈസി അപ്പോൾ തന്നെ ഷാഫിക്ക് വിളിച്ചു. സായിയെയാണ് അവൻ പറഞ്ഞേക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവനോട് അങ്ങോട്ടെത്താൻ പറയുകയും ചെയ്തു. ഉമ്മ, എൻ്റെ പാസ്പോർട്ട് എവിടെ? വീട്ടിലെത്തിയ സായി ഉമ്മാനോട് ചോദിച്ചു. അൽമാറയിലുണ്ട്. നിനക്ക് എന്തിനാ ഇപ്പോൾ പാസ്പോർട്ട്? വെറുതെ. സത്യം പറ സായി, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ പോവാണ്, അത്ര തന്നെ. പോവുകയോ? എവിടേക്ക്? സൗദിയിലേക്ക്. നല്ലൊരു വിസ വന്നിട്ടുണ്ട്. 1-2 ലക്ഷം സാലറിയുള്ള ജോബ് ഓഫേഴ്സ് വന്നിട്ടും നീ പോയിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ എന്തു പറ്റി? ആ, അപ്പോൾ പോകാൻ തോന്നിയില്ല, ഇപ്പോൾ തോന്നുന്നുണ്ട്, അല്പം ഗൗരവത്തിൽ സായി പറഞ്ഞു. എങ്ങനെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നത് ശരിയല്ല മോനെ, ഉപ്പ പുറത്തു നിന്നും അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു.
നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചില്ലേ? എല്ലാത്തിനും ഞാൻ നിന്ന് തന്നില്ലേ? ഇനിയും ഞാൻ അതിന് തയ്യാറാണ്. പക്ഷേ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിങ്ങൾ എതിരെ നിൽക്കരുത്. സായി അത് പറയുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ഗൗരവം മാറി നിസ്സഹായതയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആർക്കു വേണ്ടിയാ പിന്നെ പെണ്ണ് നോക്കുന്നത്? പെണ്ണ് നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നോക്കി ഉറപ്പിച്ചോളൂ. അതിന് ഞാൻ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പോൾ ഫോൺ സൗകര്യമൊക്കെ ഉള്ളതല്ലേ. എന്നാലും അതൊക്കെ ശരിയാവോ? ശരിയാവും. ഉമ്മ, നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് എടുത്തു തരി. അവർ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സായിയുടെ പെങ്ങൾ അവിടേക്ക് കയറി വന്നത്. ആ നാത്തൂനെ, വായിരിക്കെ. എന്താണ്, ഭയങ്കര ചർച്ചയിലാണല്ലോ എല്ലാവരും. ഫാരി എല്ലാ കാര്യവും വള്ളിപുള്ളി തെറ്റാതെ അവർക്ക് വിവരിച്ചു കൊടുത്തു. എന്താ സായി ഇത്? ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ എത്ര പെട്ടെന്ന് നീ ഇത് എവിടേക്കാം? എനിക്ക് പോണം അമ്മായി. ആ തീരുമാനത്തിൽ ഇനി യാതൊരു മാറ്റവുമില്ല. ഈ ആഴ്ച തന്നെ ഞാൻ കയറും. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. അതുകൂടെ കേട്ടിട്ട് പോയിക്കോ. മുകളിലേക്ക് പോവാൻ ഒരുങ്ങിയ സായിയോട് അവർ പറഞ്ഞു. നമ്മുടെ സെജിയുടെ നാത്തൂൻ്റെ ഒരു മോളുണ്ട്. നല്ല കുട്ടിയാ. അതൊന്ന് നോക്കിയാലോ? ആ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട. ഇവരാണൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. സായി ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അവനെ പറഞ്ഞിട്ട് കാര്യമില്ല എത്താ. എൻ്റെ മോൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തായാലും നമ്മളതൊന്നും കാര്യമാക്കണ്ട. അമ്മായി ബാക്കി വിവരങ്ങളൊക്കെ പറയും. അവർ 3 പെൺകുട്ടികളാണ്. ഇവളാണ് ഇളയത്. ഒരു അറബിക് കോളേജിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം തന്നെ ആയതുകൊണ്ട് നമുക്ക് കണ്ടറിയാലോ. നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടി. അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പർദ്ദയും ഹിജാബും ഒക്കെ ധരിക്കുകയും ചെയ്യും. സുഹറ പറഞ്ഞു നിർത്തി. എവിടെയാ സ്ഥലം? അതാണ് പിന്നെ ഒരു പ്രശ്നമുള്ളത്. സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. കൂരിയാട്. ഓ, ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്യണമല്ലോ അല്ലേ? അതൊന്നും സാരമില്ല. കുട്ടി നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഉപ്പയും റാസിയും വരട്ടെ. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ പെൺകുട്ടിയുടെ ഉപ്പാക്ക് വിളിക്കാൻ തീരുമാനിച്ചു. സായി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഫൈസിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. ഹലോ, മാളത്താത്തയല്ലേ? ഞാനാണ് സജി. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് പതിവില്ലാതെ വിശേഷം ചോദിക്കാനൊക്കെ ഒരു വിളി? അതെന്താ ഇത്ത അങ്ങനെ ഒരു വർത്താനം? ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായാലേ നിങ്ങൾക്ക് വിളിക്കാൻ പാടുള്ളൂ? സജി പരിഭവത്തോടെ ചോദിച്ചു. ഏയ്, നീ അങ്ങനെയല്ലേ വിളിക്കാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് കാര്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ തന്നെയാണ്. ആ, അങ്ങനെ പറ. അല്ലാതെ വെറുതെ നീ എനിക്ക് വിളിച്ച ചരിത്രമില്ലല്ലോ. മാള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ റിഫിന് മോൾക്കൊരു കല്യാണക്കാര്യം. എൻ്റെ പൊന്നു മോളെ, അതാണെങ്കിൽ എന്നോട് പറയണ്ട. നീ അളിയൻക്ക് തന്നെ വിളിച്ചു നോക്ക്. ഞങ്ങളിപ്പോൾ ഇവിടെ അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ഇതുപോലെ ഇവിടെയുള്ള അയൽവാസി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു പോയതാ. അതും ഡോക്ടർ. പക്ഷെ അവൾ പറയുന്നത് അവൾക്ക് ഇപ്പോൾ തന്നെ കല്യാണമൊന്നും വേണ്ട എന്നാണ്. അത് കേട്ട് തുള്ളാനൊരു വാപ്പയും. അതിന് ഇപ്പോൾ തന്നെ കല്യാണം ഒന്നും കഴിക്കണ്ടല്ലോ, ഉറപ്പിച്ചിട്ടാ മതി. ഡോക്ടറിനല്ലേ കേട്ടോ. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? എൻ്റെ അമ്മോൻ്റെ മോനല്ലേ സായി? നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അവന് വേണ്ടിയാ. നിങ്ങൾ അളിയനോടൊന്ന് പറഞ്ഞു നോക്ക്. അവരൊന്ന് വന്ന് കണ്ടോട്ടെ. ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിച്ചാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചിട്ട് നിനക്ക് വിളിക്കാം. എന്ത് ചോദിക്കാൻ? ഞാൻ കേട്ടല്ലോ നീ പറയുന്നതൊക്കെ. അവൾ പഠിക്കുകയല്ലേ, ഇപ്പൊ തന്നെ കല്യാണമൊന്നും ശരിയാവില്ല. റഷീദ് ചാരുകസാരെ നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. എൻ്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനോടും മുഖം തിരിക്കല്ലേ. റിഫോനെ വിളിക്ക്. അവളുടെ അഭിപ്രായം ചോദിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. നിങ്ങൾ അവൾക്ക് ഇങ്ങനെ സപ്പോർട്ടായി നിന്നാൽ എന്തായാലും അവൾ ഓക്കെ പറയില്ല. മഴ ദേഷ്യത്തോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നം വേണ്ട. റിഫു, റിഫു. മാളു അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചോ. എന്താ ഉമ്മ? അകത്തു നിന്നും മാലാക പോലെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. അവൾ ഇട്ടിരിക്കുന്ന വെള്ള നിറത്തിലുള്ള ഗൗൺ അവളുടെ സൗന്ദര്യത്തെ മുഴുവനായും എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. വെള്ളിക്കുലസ് അണിഞ്ഞ അവളുടെ കാലുകൾ ഭൂമിയെ നോവിക്കാതെ താഴെ പതിഞ്ഞു. ഈറനണിഞ്ഞു വിടുന്ന നീണ്ട മുടി പുറകിലേട്ട് ഉമ്മയുടെ അടുത്തുള്ള കസാരയിൽ റിഫു വന്നിരുന്നു. നിനക്കൊരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട്. മറത്തൊന്നും പറയണ്ട. നമ്മുടെ സെജിയുടെ അമ്മോന്റെ മോനാണ്. നല്ല ചെക്കന, ഒരു ദുശീലങ്ങളും ഇല്ല. നമുക്ക് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടിയും വരില്ല. അവരുടെ ചെറുപ്പം മുതലേ കാണുന്നതാ ഞാൻ അവരെയൊക്കെ. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിൻ്റെ കുടുംബങ്ങളിലേക്കൊക്കെ ഇടക്കൊന്ന് പോകണം. ഓ, എന്തായാലും ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. അതൊന്നും സഫലീകരിക്കാതെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിയില്ല. പഠിച്ച് നല്ലൊരു ജോലിയല്ലേ നിന്റെ സ്വപ്നം? അവർ അതിനൊക്കെ ഓക്കെയാണ്. ഉമ്മ, മോളെ, അവരൊന്ന് വന്ന് കണ്ടോട്ടെ. ഇതുവരെ ഓരോ കാര്യങ്ങൾ വന്ന പോലെയല്ല. ഇതിൽ ഉപ്പാക്കും ഒരു താല്പര്യമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. പുറമേയുള്ള ഒരാളെ കുറിച്ച് എത്ര തന്നെ അന്വേഷിച്ചാലും നമുക്ക് കിട്ടുന്ന അറിവുകൾക്കൊരു പരിധിയുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിക്കാലോ. മാത്രമല്ല, എന്തുണ്ടായാലും നിനക്ക് ഓടിച്ചല്ല നിന്റെ സ്വന്തം അമ്മോനും അമ്മായിയും അടുത്തുണ്ടാകുമല്ലോ. എൻ്റെ ഉപ്പച്ചൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിനെതിർക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. റിഫു അതും പറഞ്ഞ് അകത്തേക്ക് പോയി.
അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അവർ കാണാൻ വരാമെന്ന് തീരുമാനമായി. പെണ്ണ് കാണലിന്റെ ആ ദിവസം പല കാരണങ്ങളും പറഞ്ഞ് സായി ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ അവർ സമ്മതിച്ചില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ റിഫുവിനെ കാണാനായി പോയി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പക്ഷെ റിഫു സായിയെയോ സായി റിഫുവിനെയോ ഇതുവരെ നോക്കിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ. സെജി ഹാളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കണ്ട, ഞാൻ പോവില്ലാട്ടോ, നീ അവരോട് പറഞ്ഞോളാം. റാസിയുടെ ചെവിയിൽ സായി പറഞ്ഞു. എന്താ സായി, നിനക്ക് സംസാരിക്കാനില്ലെങ്കിൽ വേണ്ട. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവില്ലേ? അവൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോരെ. മനസ്സില്ല മനസ്സോടെ അവർ ചൂണ്ടിക്കാണിച്ച റൂമിലേക്ക് പോയി. അവൻ ചുറ്റും നോക്കി. പക്ഷെ റൂമിലെങ്ങും ആരെയും കണ്ടില്ല. രക്ഷപ്പെട്ടു എന്ന മട്ടിൽ തിരിച്ചു പോരാൻ ഇറങ്ങിയപ്പോഴാണ് വാതിലിന്റെ മറവിൽ ഒരു ആൾരൂപം കണ്ടത്. ചുവന്ന ശാളുകൾക്കിടയിൽ ആ വട്ടമുഖം കണ്ടതും സായി ഞെട്ടിപ്പോയി. അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന അവന്റെ പ്രണയമല്ലേ ഇതെന്ന് മനസ്സ് മന്ത്രിച്ചു. സായി തന്റെ കണ്ണുകൾ തിരുമ്പി ഒന്നുകൂടി നോക്കി. തുടരും.